അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണത്തിൻ്റെ ഭയാനകമായ രൂപമാണ് നമ്മൾ ഇന്ന് കണ്ടത് 19 വയസ്സുകാരിയിലൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് 19ഉം 16ഉം വയസ്സുള്ള യുവതികളുടെ മരണവാർത്തയാണ്. ഒരു നാട് തന്നെ ഇന്ന് ഞെട്ടിയിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. മരണം അങ്ങനെയാണ്. ചില മരണങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളോട് വിട പറഞ്ഞു പോവുക. ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, ഒരു രോഗവുമില്ല, പെട്ടെന്നിങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മരണമാണ് നമ്മൾ ഭയക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽബിൽ പടച്ച റബ്ബ് ഈമാൻ നിലനിർത്തി തട്ടെ. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. നല്ല രീതിയിൽ ജീവിക്കുക. ജീവനുള്ള കാലത്തെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ ഏറെ വേദനിപ്പിച്ചതും ഞെട്ടിച്ചതുമായ മരണമായിരുന്നു ഈ ഒരു 19 വയസ്സുകാരിയായ ഫാത്തിമയുടെ മരണം. ശരിക്കും ഈ ഒരു വീഡിയോ ദൃശ്യം നിങ്ങൾ കണ്ടാൽ ഇന്ന് ഉറങ്ങാൻ സാധിക്കില്ല. ഫാത്തിമ മോള് കുഴഞ്ഞു വീണാണ് മരണപ്പെടുന്നത്. മരിക്കാനിടയാക്കിയ ആ ഒരു ദൃശ്യം നമ്മുടെ അടുത്തുണ്ട്. ആ ഒരു ദൃശ്യം ധൈര്യമുള്ളവർ കണ്ടാൽ മതി. അപ്രതീക്ഷിതമായ മരണമാണ് ആ പൊന്നുമോളെ പിടികൂടിയത്. SIRൽ പേര് രജിസ്റ്റർ ചെയ്യാൻ അക്ഷയ കേന്ദ്രത്തിലെത്തിയതായിരുന്നു പൊന്നുമോൾ. അവിടുന്ന് ഫാത്തിമക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത വരികയും അവിടെ അടുത്തുള്ള ചെയറിലിരിക്കുകയും വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ പൊന്നുമോള് കുഴഞ്ഞു വീഴുന്നത്. ഈ ഒരു വീഡിയോയുടെ മുഴുവനായിട്ടുള്ള ദൃശ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഉടനെ തന്നെ സമീപത്തെ പല ആശുപത്രികളിലും കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ണൂർ പാനൂരിലാണ് ഈ സംഭവം നടന്നത്. ചെമ്പാട് അരയാക്കൂലിലെ നെല്ലിയുള്ളതിൽ തൈപ്പറമ്പത്ത് റഫീഖ് ഷെഫീന ദമ്പതികളുടെ മകൾ ഫാത്തിമ റനയാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഇവരുടെ ഏക മകളാണ്. പടച്ച റബ്ബ് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമുക്കും ഇതുപോലുള്ള മക്കളുള്ളതല്ലേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് വടകര സ്വദേശിനിയായ ഫൈസലിൻ്റെ മകൾ ദാന ഇഷാനാണ് മരണപ്പെട്ടിരിക്കുന്നത്. 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് ഏറെ സംശയാധീനമാണ്. പല സംശയങ്ങളുമുണ്ട്. പനിയും ഛർദിയും ബാധിച്ച് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണ് മരണപ്പെട്ടത് എന്ന് സംശയിക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് ഈ കുട്ടിക്ക് പനിയും ഛർദിയും ബാധിച്ചത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആദ്യം വടകരയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നാണ് കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടുന്നാണ് കുട്ടി മരണപ്പെടുന്നത്. ചൊവ്വാഴ്ചയാണ് ഈ കുട്ടി മരണപ്പെട്ടത്. വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. എന്തെന്നായാലും മരണകാരണം ഉറപ്പിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം, ശരിക്കുമുള്ള മരണകാരണം വ്യക്തമാവുകയുള്ളൂ. വടകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുമുണ്ട്. പടച്ച റബ്ബ് 2 മക്കളുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, 2 ചെറിയ മക്കളാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, പെട്ടെന്നുള്ള പുടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ. ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ട ഈ 2 മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും ഓതി
ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി